ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കഴിയുമ്പോഴേക്കും ജാസ്മിൻ ഏകദേശം ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാവും തോന്നുന്നുണ്ട്. മര്യാദയ്ക്ക് ടാസ്ക് കളിക്കാൻ പറ്റാതെ തന്നെ ബിഗ് ബോസിനോട് തർക്കിച്ചിട്ട് എന്താ കാര്യമല്ലേ? അതുപോലെ ഈ പോക്ക് പോവുകയാണെങ്കിൽ നന്ദന പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും. ഫ്രണ്ട്ഷിപ്പ് നോക്കിയിരുന്നാലേ ഗെയിം കളിക്കാൻ പറ്റില്ലല്ലോ. അഭിഷേക് ഇങ്ങനെ പോയിന്റ് നേടിയാലേ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? മിക്കവാറും അഭി തന്നെ ടിക്കറ്റ് ടു ഫിനാലെ സ്കോർ ചെയ്യും. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ 80-ാം ദിവസത്തെ മെയിൻ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് എപ്പിസോഡിലെ 6ാമത്തെ ടാസ്ക് ആണ് കാണിക്കുന്നത്. ഇതിന്റെ ഇടയിൽ 2 ടാസ്കുകൾ നടന്നിരുന്നു. അത് എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, ലൈവിലാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ടാസ്കുകളൊക്കെ എപ്പിസോഡിൽ കാണിക്കണം. പ്രത്യേകിച്ച് ടിക്കറ്റ് ഫിനാലെ ഒക്കെ ആകുമ്പോൾ ഈ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ടാസ്കുകൾ കാണാനാണ് ആഗ്രഹം. അല്ലാതെ വഴക്കും ബഹളമൊന്നും പ്രത്യേകിച്ച് കാണാൻ താല്പര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു 2 ടാസ്ക് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെ 6ാമത്തെ ടാസ്ക് നടക്കുന്നുണ്ട്. പേര് പൂച്ചയ്ക്കാര് മണികെട്ടും. പൂച്ചയ്ക്ക് മണി കെട്ടിയാൽ മാത്രം പോരാ, ഒപ്പം ഒരു ടങ് ട്വിസ്റ്ററും തെറ്റിക്കാതെ പറയണം. ഇതുവരെയുള്ള സീസണിൽ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ടാസ്ക് ആയിരുന്നു ഇത്. സാധാരണ എല്ലാ സീസണിലും ഫോളോ ചെയ്യുന്ന ടാസ്കുകളാണ് ഈ ടിക്കറ്റ് ടു ഫിനാലയിൽ ഉണ്ടാവാറ്. ഇത്തവണ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. അതാണ് പൂച്ചയ്ക്കാര് മണികെട്ടും. ഗാർഡൻ ഏരിയയിലെ ഒരു പൂച്ചയുടെ രൂപം ഉണ്ടാവും. മണി കെട്ടിയ മാല എല്ലാ മത്സരാർത്ഥികൾക്കും കൊടുക്കും. CID രാംദാസ് ഈ LED വാളിൽ വന്ന് കയ്യിൽ മണി അടിക്കുമ്പോൾ ആദ്യം ഓടി വന്ന് പൂച്ചയുടെ കഴുത്തിൽ മാല ഇടുന്നവർക്കാണ് ടങ് ട്വിസ്റ്റർ പറയാൻ അവസരം ഉണ്ടായിരുന്നത്. കറക്റ്റ് പറഞ്ഞാൽ, അതായത് ഈ ടങ് ട്വിസ്റ്റർ കറക്റ്റ് പറഞ്ഞാലേ ആ ആൾക്ക് പോയിന്റ് കിട്ടും. തെറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ആൾ. ഈ രീതിയിലാണ് ടാസ്ക് ഉണ്ടായിരുന്നത്. ടങ് ട്വിസ്റ്റർ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെയാണ്. ഒന്നാമത്തേത് റെഡ് ബൾബ് ബ്ലൂ ബൾബ്, അതുപോലെ ബ്ലൂ ബൾബ് റെഡ് ബൾബ്. സെക്കൻഡ് ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി. തേർഡ് അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത്. ഇങ്ങനെ 3 ടങ് ട്വിസ്റ്റേഴ്സ് ആണ് കൊടുത്തിരുന്നത്. നമ്മൾ പണ്ട് കേട്ട സംഭവങ്ങളൊക്കെ തന്നെ. ഈ ഫസ്റ്റ് റൗണ്ടിലെ ഋഷിയാണ് ആദ്യം പൂച്ചയ്ക്ക് മണി ഇട്ടത്. സിമ്പിളായി ഋഷി ഈ ടങ് ട്വിസ്റ്റർ പറഞ്ഞ് ജയിക്കുകയും ചെയ്തു. സെക്കൻഡ് റൗണ്ട് വിചാരിച്ചതുപോലെ അത്ര സ്മൂത്ത് ആയിട്ടല്ല പോയത്. ഫുള്ള് വഴക്കായിരുന്നു. ഓൾറെഡി CID രാംദാസ് പറഞ്ഞിരുന്നു ഏത് സമയത്തും മണിയടിക്കാമെന്ന്. ഇങ്ങനെ ടൈമൊന്നും കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും രാത്രി ഉറങ്ങാതെ ഈ പൂച്ചയ്ക്ക് അടുത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഗാർഡൻ ഏരിയയിൽ എല്ലാവരും ഉറങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് CID LED വാളിൽ വന്നിട്ട് പറ്റിച്ചു പോകും. അപ്പോൾ മത്സരാർത്ഥികൾ കഴിക്കും മണി അടിക്കാനാണെന്ന് വെറുതെ വെച്ചിട്ട് കുറേ പേര് പോയി പൂച്ചയ്ക്ക് മണിയിടും. പിന്നെയാണ് അറിയാം മണി അടിച്ചിട്ടില്ല എന്ന്. അങ്ങനെയായിരുന്നു ഈ ഒരു ടൈം ഉണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് കുറേ പറ്റിച്ചതിന് ശേഷം CID വരുന്നുണ്ട്. ഓൾറെഡി ജാസ്മിൻ, ജിൻഡോ, ഋഷി, നന്ദന ഇവരൊക്കെ ഈ മണി പൂച്ചയുടെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് പൂച്ചയുടെ കഴുത്തിന് തൊട്ടറ്റത്ത് കൊണ്ടുവച്ചാണ് നിന്നിരുന്നത്. മണി കേട്ടതും ഒറ്റയടിക്ക് എല്ലാവരും കൂടി ഈ മണി പൂച്ചയുടെ കഴുത്തിലിട്ടു. അതായത് സത്യം പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആര് ഫസ്റ്റ് ഇട്ടു സെക്കൻഡ് ഇട്ടു ഇതൊന്നും കണ്ട എനിക്കും മനസ്സിലായില്ല. ഭൂരിഭാഗത്തിന് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം എല്ലാവരും ഒരുമിച്ചാണ് ഈ പൂച്ചയുടെ കഴുത്തിൽ മണി ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഇട്ടുവെന്നോ രണ്ടാമത് ഇട്ടുവെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ കണ്ടവർക്ക് പോലും അത് മനസ്സിലായിട്ടില്ല. ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിനാണ് ആദ്യം ഇട്ടതെന്ന്. അതുപോലെ നന്ദന പറയുന്നുണ്ട് നന്ദനയാണ് ഫസ്റ്റ് ഇട്ടതെന്ന്. ലാസ്റ്റ് ഇവര് 2 പേരും തമ്മിൽ പറഞ്ഞ് വഴക്കായി. 2 ആളും സമ്മതിച്ചു കൊടുത്തിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്നവർക്ക് പോലും ആരാണ് ഫസ്റ്റ് ഇട്ടതെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് ഋഷിയും ജിൻഡോ ഒക്കെ അടുത്തുണ്ടായിരുന്നു. അവർക്ക് പോലും ഇത് മനസ്സിലായിരുന്നില്ല. ലാസ്റ്റ് സായി നോക്കി പറയുന്നുണ്ട് ഫസ്റ്റ് ജാസ്മിന്റെ ആണ് മാല കിടക്കുന്നത്, സെക്കൻഡ് നന്ദന, തേർഡ് ജിൻഡോ, ഫോർത്ത് ഋഷിന്ന്. ക്യാപ്റ്റൻ സിജോ ആണെങ്കിൽ ഇതൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ആളും കുടുങ്ങിയ അവസ്ഥയായിരുന്നു. ഈ മണി അടിക്കുന്ന സമയത്ത് സിജോ അകത്തായിരുന്നു ഉണ്ടായിരുന്നത്, പുറത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിജോയ്ക്കും കറക്റ്റ് ഒരു ഡിസിഷൻ പറയാൻ പറ്റിയിരുന്നില്ല. അവസാനം മെജോറിറ്റി അഭിപ്രായത്തിന്റെ ബേസിൽ ജാസ്മിനാണ് ഫസ്റ്റ് ടങ് ട്വിസ്റ്റർ പറയുന്നത്. പറഞ്ഞെങ്കിലും പക്ഷെ അത് തെറ്റിപ്പോയി. ജാസ്മിന് ശേഷം നന്ദന പറയുന്നുണ്ട്, അവിടെയും തെറ്റി. ജിൻഡോയ്ക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഋഷിയാണ് ആ റൗണ്ടിലും കറക്റ്റ് ഈ ടങ് ട്വിസ്റ്റർ പറഞ്ഞത്. അതോടുകൂടി ഋഷിക്ക് പോയിന്റ് കിട്ടി. ഇനി തേർഡ് റൗണ്ട് നടക്കുന്നത് പുലർച്ചെ 2:30-ക്കാണ്. ഒന്ന് ആലോചിക്കണം, 2:30-ക്ക്. അതുവരെ അവര് ഉറങ്ങാതെ പിടിച്ചിരുന്നു. അത് ഈ ഋഷി, അർജുൻ, അഭിഷേക് ഇവരൊക്കെ പോയി കിടന്നുറങ്ങി. കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അഭിഷേകിന് ഈ ഭാഗത്തേക്കേ വരേണ്ട ആവശ്യമില്ല, കാരണം ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ട്. ഋഷി, അർജുനും പോയി കിടന്നുറങ്ങി. ബാക്കിയുള്ളവരാണ് പോയിന്റ് കിട്ടിയേ പറ്റൂ എന്ന രീതിയിൽ ഗാർഡൻ ഏരിയയിൽ നിന്നിരുന്നത്. അങ്ങനെ നന്ദനയ്ക്കും ശ്രീധുവിനുമാണ് തേർഡ് റൗണ്ടിൽ ചാൻസ് കിട്ടിയത്. അതായത് നന്ദന ഫസ്റ്റ് ഇട്ടു, സെക്കൻഡ് ശ്രീധു മാലിടുന്നുണ്ട്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം നല്ലതുപോലെ അറിയുന്ന നന്ദനയ്ക്ക് ഈ ടങ് ട്വിസ്റ്റർ പറയാൻ പറ്റിയില്ല. മലയാളം അറിയാത്ത ശ്രീധു ആണെങ്കിലോ അടിപൊളിയായിട്ട് ഈ ഒരു ടങ് ട്വിസ്റ്റർ പറയുകയും ചെയ്തു. സത്യത്തില് നന്ദനയാണ് ശ്രീധുവിനെ ഈ ടങ് ട്വിസ്റ്റർ പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ നന്ദനയ്ക്ക് പറയാൻ പറ്റിയില്ല, ശ്രീധു ആണ് പറഞ്ഞത്. അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലയിലെ 6ാമത്തെ ടാസ്ക് കഴിഞ്ഞു. ടോട്ടൽ ഈ 6 ടാസ്കുകൾ നോക്കുമ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അഭിഷേകാണ്. 8 പോയിന്റ് ആണ് അഭിഷേകിന് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് 6 പോയിന്റോടെ ജിൻഡോ ഉണ്ട്. തേർഡ് 5 പോയിന്റുമായി ഋഷി ഉണ്ട്, അതുപോലെ സായി ഉണ്ട്. ഫോർത്ത് അർജുൻ 4 പോയിന്റ്.
ഫിഫ്ത്ത് ശ്രീതു 3 പോയിന്റ്, അറ്റ് ലാസ്റ്റ് സിജോ 1 പോയിന്റ്. ഇങ്ങനെയാണ് നിലവിലെ ടിക്കറ്റ് ടു ഫിനാലെ പോയിന്റ് ഉള്ളത്. നോറയ്ക്കും നന്ദനയ്ക്കും മാത്രമാണ് ഇതുവരെ പോയിന്റ്സ് ഒന്നും കിട്ടാത്തത്. ബാക്കി എല്ലാവർക്കും ഓരോ പോയിന്റ്സ് വിധെങ്കിലും ഉണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു ഈ പോയിന്റ് നില എപ്പോൾ വേണമെങ്കിലും മാറാന്ന്. കാരണം കഴിഞ്ഞ ദിവസം പോയിന്റ് ഒന്നും കിട്ടാത്ത ജിൻഡോ ഇന്നലെ ആകുമ്പോഴേക്കും സെക്കൻഡ് പൊസിഷനിലെത്തി. അതുപോലെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നവർ ഒറ്റയടിക്ക് മീതയ്ക്ക് എത്താൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അഭിഷേക് ഒറ്റയടിക്ക് താഴത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തും സംഭവിക്കാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമം നല്ലതുപോലെ ജാസ്മിന് ഇന്നലെ ഉണ്ടായിരുന്നു. ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഒരു ടാസ്കിൽ പോലും മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നില്ല, എല്ലാത്തിലും തോൽക്കുകയാണെന്ന്. പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഓഫ് ടാസ്കുകളാണ് ബിഗ് ബോസ് നൽകുന്നത്. കോൺസെൻട്രേഷൻ, ബാലൻസിങ്, അതുപോലെ സ്പീഡ്, കൺട്രോൾ, ഇതൊക്കെ വരുന്ന ടാസ്കുകളാണ്. ടാസ്ക് എന്നതിലുപരി ഓരോരുത്തർക്കും എത്രത്തോളം സ്വയം ഇവയെല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കാൻ കൂടി പറ്റിയ ടൈമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ലക്കാണ്, ഭാഗ്യം പോലെ ഇരിക്കും. ഒരു ഫിസിക്കൽ ടാസ്ക് വരികയാണെങ്കിൽ ജിൻഡോയെ വെല്ലാൻ പറ്റുന്ന ആരും ബിഗ് ബോസ് വീട്ടിലില്ല. അതുപോലെ സ്പീഡ്, ബാലൻസിങ്, ഇവയൊക്കെ ആണെങ്കിൽ സായി, അഭിഷേക്, അർജുൻ ഇവരൊക്കെ അത്യാവശ്യം ഈ രീതിയിൽ ഗെയിം കളിക്കുന്നവരാണ്. ഇന്നലത്തെ തന്നെ കാര്യം നോക്കുകയാണെങ്കിൽ ശ്രീതു ടാസ്കിൽ സ്കോർ ചെയ്യുന്നത് ടങ് ട്വിസ്റ്റർ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലായിരിക്കും കൂടുതൽ കഴിവുണ്ടാവുക, അതിനനുസരിച്ചായിരിക്കും ഗെയിം കളിക്കാൻ പറ്റുക. അല്ലാതെ ജാസ്മിൻ പറയുന്നത് പോലെ തനിക്ക് ചെയ്യാൻ പറ്റാത്ത ഗെയിമുകളാണ് ബിഗ് ബോസ് നൽകുന്നത് എന്ന് പറയുന്നതൊന്നും ഒരർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. വെറുതെ കടന്ന് വിഷമിക്കുക അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ടാസ്കിന് ശേഷം നന്ദന, സിജോ, സായ് ഇവർക്കെതിരെ തിരിയുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിൽ രണ്ടാളും തന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്ന കാരണമാണ് നന്ദനയുടെ പ്രശ്നം. നിങ്ങൾ ചതിക്കൊന്നും വിചാരിച്ചില്ല, ഇനി ഒരിക്കലും നിങ്ങളുടെ കൂട്ടുകൂടില്ല എന്നൊക്കെ നന്ദന പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ടങ് ട്വിസ്റ്റർ ടാസ്കിലെ സെക്കൻഡ് റൗണ്ടിലെ നമ്മൾ പറഞ്ഞല്ലോ ജാസ്മിനും നന്ദനയാണ് ഫസ്റ്റ് ഇട്ടതെന്ന് പറഞ്ഞൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അവിടെ മെജോറിറ്റി ആൾക്കാരും ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്തത്. സിജോ ആണെങ്കിലും സായി ആണെങ്കിലും എല്ലാവരും കറക്റ്റ് എന്താണ് സംഭവിക്കാത്തതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നന്ദനയ്ക്ക് ആരും സപ്പോർട്ട് കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം പറഞ്ഞ് സിജോയും സായിയായിട്ട് ഈ നന്ദന അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ സിജോ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും അറ്റ് ലാസ്റ്റ് ഓരോരുത്തരും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തം കാര്യം നോക്കും. ടാസ്കിനിടയിൽ ഫ്രണ്ട്ഷിപ്പ് വെച്ച് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. സിജോ പറഞ്ഞു കൊടുത്തത് ഒരു 100% കറക്റ്റാന്ന് ഞാൻ പറയും. കാരണം വന്ന അന്ന് മുതൽ നന്ദന എപ്പോഴും താൻ ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ ആയിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആണ്. അവരെങ്ങാനും ഏതെങ്കിലും ടാസ്ക് വരുമ്പോഴോ ഗെയിം വരുമ്പോഴോ തന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരായിട്ട് പിണങ്ങും, ലാസ്റ്റ് അടിയാവും. ഇത് എന്നുള്ളൊരു പരിപാടിയാണ്. ഇങ്ങനെയുള്ളവരെ ടോപ്പ് 10 പോലും വരാതിരിക്കുകയായിരുന്നു നല്ലത്. കാരണം ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ ഗെയിം കളിക്കുക എന്ന് പറയുന്നത് ബിഗ് ബോസിൽ നടക്കുന്ന പരിപാടിയല്ല. ഫ്രണ്ട്ഷിപ്പ് ആവാം, പക്ഷെ ഒരു ടാസ്ക് വരുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് മാറ്റി വെച്ച് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ ശ്രമിക്കണം. അതുപോലെ എപ്പിസോഡിൽ വേറൊരു സംഭവം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ചെറിയൊരു ടാസ്ക് കൊടുത്തിരുന്നു. ടിക്കറ്റ് ഫിനാലെ ഒന്നുമല്ല, എന്നും നൽകാറുള്ള പോലെ ചെറിയൊരു ഫൺ ടാസ്ക്. ആരാണ് അയാൾ ആരെയെല്ലാം സ്വീകരിക്കാം, തിരസ്കരിക്കാം, ഇതാണ് ടാസ്ക്. ഒരു ബൗളിലെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതിയ ലോട്ടുകൾ ഉണ്ടാവും. അതായത് ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തി, ഈ ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ് ഈ ലോട്ടിൽ ഉണ്ടാവുക. അതായത് ഫ്ലെക്സിബിൾ, അഡ്വാൻറ്റേജ് ഇവയൊക്കെ ഉള്ളത് കൊണ്ട് ബാങ്ക് കൊള്ളയടിക്കാൻ ജാസ്മിൻ സെലക്ട് ചെയ്ത് അർജുനെയാണ്. അതുപോലെ കൃഷിയിടത്തിൽ നോക്കുകുത്തിയായി സായി സെലക്ട് ചെയ്ത് നോറയാണ്. ജസ്റ്റ് ഒരു ഫൺ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. കുറെ പേര് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, കുറെ പേര് അത് ജസ്റ്റ് ഒരു ഫൺ രീതിയിൽ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നോറട്ടോ, നോറയ്ക്ക് എന്തുണ്ടായാലും ആള് പേഴ്സണലി ആണ് എടുക്കുക. ഇനി ഇതിന്റെ പേരിൽ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് നടന്നിരുന്നു. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ സെക്കൻഡ് ഡേ കഴിഞ്ഞു. അഭിഷേക് ആണ് ടോപ്പിലുള്ളത്. 2 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ളവർ ആഞ്ഞു പരിശ്രമിച്ചാൽ ഈ പോയിന്റ് മറികടക്കാം. അല്ലാത്ത പക്ഷം അഭി ആയിരിക്കും ടിക്കറ്റ് ടു ഫിനാലിലേക്ക് പോവുക. ഞാൻ പറഞ്ഞു 8 പോയിന്റ്സ് ഉണ്ട്. ഇനി 2 ദിവസത്തിനുള്ളിൽ മര്യാദയ്ക്ക് ഗെയിം കളിച്ചാൽ മാത്രമാണ് ഈ പോയിന്റ്സ് മറികടക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അഭി തന്നെയായിരിക്കും സ്കോർ ചെയ്യുക. ഭൂരിഭാഗത്തിനും 5ാം സ്ഥാനത്തെങ്കിലും എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഋഷി, ജാസ്മിൻ, സായി. കാരണം ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിലെ അവസാനം നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒരു 5ാം സ്ഥാനം, 4ാം സ്ഥാനം അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്ന് പറയാം. ആ ഒരു പൊസിഷനിലേക്ക് എത്തണമെന്ന് കുറെ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സീസൺ 6 അവസാനിക്കാൻ ഇനി 3 ആഴ്ചകൾ മാത്രമാണുള്ളത്. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോണത്. അധികം ടൈമൊന്നുമില്ല. ഏകദേശം ഒരു 90 ഡേയ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം ധാരണ വരും ആരൊക്കെ ടോപ്പ് 5 ഉണ്ടാവുന്നത്. ഇതിന്റെ ഇടയിൽ ഇനി ഒരു പണപ്പെട്ടി ടാസ്ക് വരാനുണ്ട്. ആരാവും പണപ്പെട്ടി എടുത്ത് പോകാന്നൊന്നും പറയാൻ പറ്റില്ല. നിലവിൽ സായി പോവും, അതുപോലെ നന്ദന പണപ്പെട്ടി എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ആ ഒരു ടാസ്ക് വരുമ്പോൾ മാത്രമാണ് ആരായിരിക്കും ഈ പണപ്പെട്ടി എടുത്ത് പോവാന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഇനി എവിക്ഷൻ വരാനുണ്ട്. 2 പേര് എവിക്റ്റ് ആവും. അപ്പൊ മൊത്തം നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇനി വരും ആഴ്ചകളിൽ ഉണ്ടാവും. വല്ലാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എല്ലാം മാറി മറിയാൻ ചാൻസ് വളരെ കൂടുതലാണ്.